ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ വീണ്ടും അറിയിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങൾ 59 അധ്യായത്തിൻ്റെ 16 വാക്യമാണ്. ഞാനോ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും, ആദ്യകാലത്ത് ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. ഈ 59 സങ്കീർത്തനം ദാവീദ് ഒരു സ്വർണ്ണഗീതമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ദാവീദിനോട് അസൂയ പൂണ്ട ശൗല് അവൻ്റെ പടയാളികളെ അയച്ച് അവനെ പിടിക്കുവാൻ തക്കവണ്ണം വീട് വളഞ്ഞപ്പോൾ അവൻ ദൈവത്തിൻ്റെ ദയയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ദൈവം അവനെ അത്ഭുതകരമായി രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം പലപ്പോഴും വിചാരിക്കുന്നത് മനുഷ്യൻ്റെ അംഗീകാരം ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ അധികാരവുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു പാസ്റ്റർ എന്നുള്ള പേരുള്ളപ്പോൾ, ഒരു മൂപ്പൻ എന്നുള്ള പേരുള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരു അപ്പോസ്തലൻ എന്നുള്ള പേരുള്ളപ്പോൾ, അങ്ങനെയൊക്കെ പേരുള്ള സമയത്തൊക്കെ മനുഷ്യനങ്ങനെ ഒരു അംഗീകാരം നൽകുന്ന ഒരു പേര് ലഭിക്കുമ്പോൾ അത് ദൈവികമായ അധികാരമായി ബന്ധപ്പെടുത്തി നമുക്ക് എപ്പോഴും പറയുവാനായിട്ട് സാധിക്കില്ല. കാരണം മാനുഷികമായ രീതിയിൽ ഒരാളെ ഒരു അധികാരം ചുമതലപ്പെടുത്തിയതുകൊണ്ട് ദൈവത്തിൻ്റെ അറ്റസ്റ്റ്, ദൈവത്തിൻ്റെ അംഗീകാരം അതിനകത്ത് ഉണ്ടായിക്കൊള്ളണമെന്ന് ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആളുകൾക്ക് ഒരാളെ അഭിഷേകം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല, ആളുകൾക്ക് ഒരാളെ അംഗീകരിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അഭിഷേകം ചെയ്യുന്നത് ദൈവമാണ്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് ഇങ്ങനെ ഓടുന്ന സമയമെന്ന് പറയുന്നത് അവനിൽ അഭിഷേകമുണ്ടായിരുന്നുകൊണ്ടാണ് ശൗലും ആളുകളും അവനെതിരെ തിരിയുവാനായിട്ടുണ്ടായ കാരണം. അവിടെ ദാവീദ് ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ശത്രുക്കളെ കാണും, അവരുടെ വീഴ്ച ഞാൻ കാണും. കാരണം ഒരു കാരണം കൂടാതെ അവർ ദാവീദിനെ പിന്തുടരുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്ഥാനപ്പേരുള്ളതുകൊണ്ട് ശക്തി ഉണ്ടാകണമെന്നില്ല. ദാവീദിനെ ശമൂവേൽ പ്രവാചകൻ തിരഞ്ഞെടുക്കാൻ വന്നപ്പോൾ അതിനു മുമ്പ് ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാരെ അവിടെ കണ്ടപ്പോൾ അവരായിരിക്കുമെന്ന് വിചാരിച്ച് മുഖവും പൊക്കവും ഒക്കെ നോക്കി തിരഞ്ഞെടുപ്പ് നടത്തുവാനായിട്ട് ശ്രമിച്ചതാണ്. എന്നാൽ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, നീ അവരുടെ മുഖമോ പൊക്കമോ ഒന്നും നോക്കണ്ട, ഞാൻ അവരെ തിരഞ്ഞെടുത്തില്ല. ദൈവം ഒരു വ്യക്തിയെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അവനെ രഹസ്യമായിട്ട് പരിശീലിപ്പിച്ചെടുക്കും. അവൻ്റെ ഹൃദയത്തെ ദൈവം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ദാവീദിനെ ദൈവം കാടുകളിൽ, അവനന്ന് രാജാവായിരുന്നില്ല, അവൻ കാടുകളിൽ ആടിനെ മേയ്ക്കുന്ന ഒരുവനായിരുന്നു. അങ്ങനെ കാടുകളിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദാവീദിൻ്റെ ഹൃദയത്തെ ദൈവം കണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നീ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് പ്രശ്നമല്ല. നിൻ്റെ രഹസ്യമായ ജീവിതത്തിൽ നീ വിശ്വസ്തനായിരിക്കുന്നു എന്നുള്ളത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തുകയും നിന്നെ മാനിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ അംഗീകാരം, ദൈവത്തിൻ്റെ അഭിഷേകം നിൻ്റെ മേൽ വരുമ്പോൾ നിനക്ക് സ്ഥാനപ്പേരുണ്ടായിക്കൊള്ളണമെന്നില്ല. നിനക്ക് ഒരു പക്ഷേ നിന്നെ പിന്തുടരുവാനായിട്ട് ആളുകൾ പോലും, അല്ലെങ്കിൽ നിൻ്റെ പിന്നാലെ ആളുകൾ പോലും ശിഷ്യരായിട്ട് ഉണ്ടായിക്കൊള്ളണമെന്ന് പോലുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ അംഗീകാരം നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നെ മാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, മനുഷ്യൻ്റെ അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ ദൈവികമായ അംഗീകാരം ലഭിക്കുവാൻ തക്കണം ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ അംഗീകാരത്തിനായിട്ട് ഞങ്ങളെ തന്നെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം എടുത്താട് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ.